എറണാകുളത്തൊക്കെ ആണെങ്കിൽ അലിൻ ജോസ് പെരേര, ആറാട്ട് അങ്ങനെ കുറെ ആളുകളൊക്കെ ഉണ്ട്. ഇല്ല, അവരൊരു തന്നെ ഉണ്ട് എനിക്ക്. ആണോ? വാട്സപ്പ് ഗ്രൂപ്പ് തന്നെ ഉണ്ട് അവര്. നമസ്തേ, ഞാൻ തൃശ്ശൂരിന്റെ മുത്ത്, റീൽസ് താരം, സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ പ്രജുൻ മാഷ്. നമസ്തേ. നമസ്കാരം. എന്താണ് ഈ സോഷ്യൽ മീഡിയയിലേക്ക് ഒരു തിരിയാനുള്ള, അല്ലെങ്കിൽ അതില് ഇത്രയും ഇൻഫ്ലുവൻസർ ആവാനുള്ള ഒരു കാരണം? കാരണം നിങ്ങളൊരു ഗവൺമെന്റ് സ്കൂൾ അതെ അധ്യാപകനാണ്. അതെ അതെ, ഗവൺമെന്റ് ജോലിയാണ്. ഈ ഒരു ഇൻഫ്ലുവൻസിങ് പരിപാടിയിലേക്ക് തിരിയാനൊരു കാരണം എന്താ? ഞാനത് അങ്ങനെ ആദ്യം ഇങ്ങനെ ഒന്നും എടുത്തു നോക്കി, പിന്നെ മില്യനൊക്കെ ഇങ്ങനെ അടിച്ചപ്പോഴാണ് കുട്ടികളിൽ നിന്നൊക്കെ നല്ല സപ്പോർട്ടും പിന്നെ 27 കൊല്ലത്തൊരു സർവീസും ഒക്കെ ആയിട്ട് ഇങ്ങനെ നമ്മളെ കുട്ടികൾ ചുറ്റുപാട് ഇങ്ങനെ ഉണ്ടല്ലോ, എല്ലാ മേഖലയിലും ഉണ്ട്. അപ്പൊ അവര് നമ്മളിൽ നിന്നെടുത്ത് ആറാടിയതാണ് ശരിക്കും. പിന്നെ അങ്ങനെ ഇപ്പൊ പിള്ളേര് പറയില്ല, അതൊക്കെ പറയുന്നൊക്കെ ഉണ്ട് ഇടയ്ക്കൊക്കെ. പക്ഷെ എങ്ങനെയുണ്ട്, എന്നാലും വ്യൂസൊക്കെ അധികം ഉണ്ടല്ലോ, അവർക്ക് അതൊക്കെയും കാണാനാണ് ഇഷ്ടേ. വ്യൂസൊക്കെ ഭയങ്കരമാണല്ലോ എന്ന് പറയും ഇടയ്ക്ക് വന്നു. ഭാഷയുടെ വ്യൂസൊക്കെ പിന്നെ കമന്റുകളും ഉണ്ട് ധാരാളം, നല്ലതും മോശമൊക്കെ ഉണ്ട്. പക്ഷെ അതൊന്നും നമ്മള് മുന്നോട്ട് അതെ മുന്നോട്ട് പോകും. ഏതാണ് സ്കൂൾ പഠിപ്പിക്കുന്ന നമുക്ക് വല്ല തെറ്റുകൾ വല്ല ഉണ്ടെങ്കിൽ നമ്മൾ തിരുത്തിയൊക്കെയും ചെയ്യും. സ്കൂളിൽ പഠിപ്പിക്കുന്ന വിഷയം മാഷ് ഓഫീസ് സ്റ്റാഫാണ് ശരിക്കും. ഓഫീസ് സ്റ്റാഫാണല്ലേ? കുട്ടികളെങ്ങനെ മാഷ് വിളിച്ചിട്ട് അങ്ങനെ മാഷായതാണ്. പിന്നെ സോഷ്യൽ മീഡിയയും മാഷായി. ബിഗ് ബോസിലേക്ക് ഒരു ശ്രമം നടത്തി. ബിഗ് ബോസിലേക്ക് ഒരു പിന്നെ അത് ഗവൺമെന്റ് ജോലിയെ സംബന്ധമായിട്ട് അതൊരു പുലിവാല് വന്നു. പിന്നെ അതിനൊരു സർക്കുലർ, പിന്നെ അവിടെ സംസാരിക്കുമ്പോൾ സൂക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞപ്പോഴേക്ക് ഒരു നമ്മൾ എന്തെങ്കിലും ഒരു വാക്ക് വിട്ടുപോയാൽ ബുദ്ധിമുട്ടാവൂലോ. അപ്പൊ ബിഗ് ബോസ് കിട്ടിയെന്ന് ഉറപ്പിച്ചായിരുന്നു? അതെ അതെ. പിന്നെ ഈ പിന്നെ കമന്റ്സിലൊക്കെ ഏറ്റവും കൂടുതൽ കാണുന്നതാണ് മാഷിന്റെ കയ്യിലുള്ള മോതിരങ്ങൾ. അത് ഭയങ്കരമായിട്ട് അതെ, അതൊരു ഇഷ്ടം കൊണ്ടിട്ടുള്ള തന്നെയാണ്. ഒരെണ്ണം ആദ്യം വാങ്ങിച്ചു, പിന്നെ അങ്ങനെ ഇപ്പൊ ഒരു 6 ഇടും എല്ലാ ദിവസവും. പക്ഷെ ഈ ഒരുപാട് പേര് നെഗറ്റീവ് കമന്റുകൾ ഇടുന്നുണ്ട്. മാഷിനെ സപ്പോർട്ട് ചെയ്യുന്ന പോലെ തന്നെ കുറച്ച് പേര് നെഗറ്റീവ് കമന്റ്. ഇപ്പൊ ഒരു കമന്റ് ഞാൻ കണ്ടത്, പഠിപ്പിച്ച മാഷേ ഇപ്പൊ അതുകൊണ്ട് വേറെ ഒന്നും പറയുന്നില്ല അങ്ങനെ രീതിയിൽ കമന്റ് കണ്ട്. അത് കാണുമ്പോ എന്ത് സങ്കടം തോന്നുവാണോ അതോ ഒരു അതിനെ നമ്മൾ മറികടക്കണം എന്നാണ് ഞാൻ പറയുന്നത്. മറികടന്നുകൊണ്ട് നമ്മൾ ഇനിയും നല്ലത് ഇടണം എന്നുള്ള ഒരു ഇതാണ്, ചിന്താഗതിയാണ് എനിക്കുള്ളത്. മാക്സിമം നോക്കണ്ടിട്ടാ. പിന്നെ കുറേക്കും തെറ്റുകളൊക്കെ ഉണ്ടാവില്ല. നമ്മൾ ഡാൻസുകാരനല്ല, പാട്ടുകാരനല്ല, ഒരു വിശ്വാസി കൂടിയാണ്. അതെ അതെ, വിശ്വാസിയാണ്, ദൈവവിശ്വാസിയാണ്. തികഞ്ഞ ആരുടെ ഭക്തനാണ്? ഞാൻ ശ്രീരാമസ്വാമിയാണ്. ഞങ്ങൾക്ക് ഏറ്റവും അടുത്ത് തൃപ്പയാർ ക്ഷേത്രം. ശരിക്കും സ്ഥലം വരുന്ന എവിടെയാ സാറിന്റെ ജന്മദേശം? ചിറക്കൽ എന്ന് പറയും. തൃശ്ശൂർ അല്ലേ? ചിറക്കലാണ് തൃശ്ശൂർ. ഓ ശരി. ആരെങ്കിലും നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ടോ? കാരണം ഇപ്പൊ ഡാൻസ് കളിക്കുന്നു, ഇപ്പൊ എറണാകുളത്തൊക്കെ ആണെങ്കിൽ അലിൻ ജോസ് പെരേര, ആറാട്ട് അങ്ങനെ കുറെ ആളുകളൊക്കെ ഉണ്ട്. ഇല്ല, അവരൊരു തന്നെ ഉണ്ട് എനിക്ക്. ആണോ? വാട്സപ്പ് ഗ്രൂപ്പ് തന്നെ ഉണ്ട് അവര്, ആറാട്ടെണ്ണനൊക്കെ ആയിട്ട്. ഞങ്ങളുടെ ഒരു ഗ്രൂപ്പ് തന്നെ ആറാട്ടെണ്ണൻ. നിങ്ങൾ ഏത് വിഭാഗത്തിൽപ്പെടുന്ന ആളുകളാണ്? ഞങ്ങൾ ഈ ഡാൻസും ഇതൊക്കെ ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് എല്ലാവരും ഉണ്ട് ഞങ്ങളില്. ആണല്ലേ? പിന്നെ ഇപ്പൊ എല്ലാരും ചോദിക്കും നിങ്ങൾ ഏത് യൂണിവേഴ്സ് ആണെന്നൊക്കെ ഇടയ്ക്ക് കമന്റ്സിലേക്ക് വരണുണ്ട്. യൂണിവേഴ്സ് ആണോ? അങ്ങനെയില്ല, ഞാൻ ഒരു കമ്പനി ഉണ്ടെന്ന് മാത്രം. കൊള്ളാം. വീട്ടിലാരൊക്കെ ഉണ്ട് മാഷിന്റെ? വീട്ടിലെ അമ്മ, അച്ഛൻ. സിംഗിൾ ആണോ? അതെ അതെ. ഓക്കെ. പിന്നെ 2 പാവങ്ങള് ഇവിടെ ഉണ്ട്, 2 ആള്. ഷോപ്പ് ഉണ്ട് ചിറക്ക സെന്ററിൽ, ആണല്ലേ? പച്ചക്കറിയില്. മാഷ് എപ്പോഴും ഇങ്ങനെ തിരക്കാണോ? അല്ല, അച്ഛൻ അമ്മ അങ്ങോട്ട് രാവിലെ പോവും. രാവിലെ. അപ്പൊ പിന്നെ വൈകിട്ട് മാഷ് തിരക്കാ. രാവിലെ മാർക്കറ്റിൽ പോകണം, അവിടേക്ക് പച്ചക്കറി എടുക്കണം, പിന്നെ അത് അച്ഛനൊന്നും സഹായിക്കാനായിട്ട്. പിന്നെ വൈകിട്ട് 7 മണിക്ക് ജോലിക്കും കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോകും. ഈ റീല് കണ്ടിട്ട് മറ്റ് അവസരങ്ങളൊക്കെ വന്നിട്ടുണ്ടോ? സിനിമയിലോ? സിനിമയിലൊന്നും കഴിഞ്ഞപ്പോ ഇത് പെണ്ണ് കേസിലുണ്ട്, ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. അത് റീല് കണ്ടിട്ട് വിളിച്ചാണോ? അതെ, റീല് കണ്ടിട്ട് വിളിച്ച. ആണല്ലേ? ആദ്യം ഒരു സുഹൃത്തുണ്ടായിരുന്നു, നജീബ് ക, ആളുടെ കൂടെയായിരുന്നു ഞാൻ റീൽ ചെയ്തിരുന്നത്. പിന്നെ നമ്മുടെ പിള്ളേരുകള് ആഞ്ചിലോ എന്ന് പറഞ്ഞൊരു പയ്യൻ, അതൊക്കെ മില്യനാട്ടവൻ. ചെറുപ്പം പിള്ളേരാണല്ലോ, അവർക്ക് അതിന്റെ ഇപ്പോഴത്തെ ഒരു കണ്ടന്റ് അറിയാം. അവര് ഡാൻസിനൊക്കെ ഒരു പ്രോത്സാഹിപ്പിച്ച് അങ്ങനെ. അവന്റെ എല്ലാതും മില്യനാ, അത്രയ്ക്കോ ഇതാ. അപ്പൊ അവനില്ല, അവൻ ഇവിടെ പോയിരിക്കാം. ഇതിലേക്ക് തിരിയാനായിട്ട് ഇപ്പൊ എന്താ കാരണം? അപ്പൊ സിനിമയിൽ കയറാനോ അങ്ങനെ എന്തെങ്കിലും ഒരു രസം. പിന്നെ ഇപ്പൊ കുട്ടികളെല്ലാവരും ഒരു രസമാണല്ലോ, അവർക്ക് ലോകം മുഴുവൻ അറിയാം. എല്ലാവരും ഞാൻ ഇവിടെ സിനിമ ഷൂട്ടിങ്ങിനായിട്ട് ഇവിടെ സുൽത്താൻ ബത്തേരി ചെന്ന് ഇറങ്ങി നിൽക്കുക. 6 മണി നേരം അവിടെ ഇറങ്ങി ഇങ്ങനെ നിൽക്കുമ്പോ ഓട്ടോക്കാരൻ എന്നോട് വന്നു, മാഷ് എന്താ ഇവിടെ നിൽക്കണേ? അപ്പൊ നമ്മുടെ നാട്ടിൽ നിൽക്കണ അതേ ഇതാണ് തോന്നിയത്. ഇതൊരു ഭംഗിയുടെ ഭാഗമായിട്ടാണോ? ഒരു കളർ ഷർട്ട്, ഒരു പ്രത്യേകതരം ഷൂ,
പല ഒരുപാട് മോതിരങ്ങൾ, 2 പേന പോക്കറ്റിൽ, ഒരു കുറി, ഇതെല്ലാം ആഷൻ ഇതൊക്കെ എന്റെ ഒരു ഇഷ്ടമാണ്. ഐഡന്റിറ്റിയുടെ ഭാഗമാണോ? ഒരു ഐഡന്റിറ്റിയാ. ഈ ഷൂസ് ഇടൂ, ചോപ്പ ഷൂസ് ഇടുള്ളൂ. ഇതിന് മാഷിനെ പ്രൊമോട്ട് ചെയ്യാം, മീൻസ് ഈ വീഡിയോ എടുക്കാനൊക്കെ സഹായിക്കുന്ന ആരാ? അതാണ് ഞാൻ പറഞ്ഞ ആഞ്ചലോ എന്ന് പറഞ്ഞ പയ്യുണ്ട്. പിന്നെ സ്കൂളിൽ തന്നെ 2 സ്റ്റാഫുകളുണ്ട്, ഓഫീസ് സ്റ്റാഫുകൾ. അവരൊക്കെ എടുക്കും. അവരൊക്കെ മില്യൻ. അവരുടെ ഏറ്റവും ഫസ്റ്റ് എടുത്തത് സ്കൂളിലെ സ്റ്റാഫാണ്. 13 മില്യൺ. അത് നമ്മള് ഏറ്റവും കൂടുതൽ അതിനെ കവർ ചെയ്യാൻ പിന്നെ പറ്റിയിട്ടില്ല കേട്ടാ. ഇവരൊക്കെ 3-4 മില്യൺ, 5 മില്യൺ, 8 മില്യൺ ഒക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ടെന്നല്ലാണ്ട് 13 മില്യനാണ് വെറുതെ ഞാൻ സ്കൂളിൽ ഇങ്ങനെ നടക്കണ ഒരു ഭാഗം മാത്രം. അത് 13 മില്യൺ അടിച്ചു. അപ്പൊ അതിന് പിന്നെ കവർ ചെയ്തിട്ടില്ല ആരും. പക്ഷെ ഇപ്പൊ ആറാട്ടണ്ണനെയൊക്കെ മമ്മൂക്കയുടെ പടത്തിൽ അഭിനയിക്കാൻ വിളിച്ചിരുന്നു. അപ്പൊ മാഷിനെ അങ്ങനെ വിളിക്കുകയാണെങ്കിൽ മാഷിന്റെ ഒരു നിലപാട് എന്തായിരിക്കും? നമ്മള് സിനിമയിലൊക്കെ ഉണ്ടാവട്ടെ, എല്ലാത്തിലും നമ്മൾ നിറഞ്ഞു നിൽക്കണം. ശരിക്കും സിനിമയിൽ അഭിനയിക്കാൻ ഭയങ്കര താല്പര്യമുണ്ടോ? അത്രയും വലിയ നമുക്ക് റീൽസ് ഒക്കെ ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകാനാണ്. അതെല്ലേ? ആരുടെ കൂടെ അഭിനയിക്കണം എന്ന താല്പര്യം? മോഹൻലാലിന്റെ കൂടെ അഭിനയിക്കണമെന്നാണ് കൂടുതൽ താല്പര്യം ഉണ്ടാ. ലാലേട്ടനോട് ഇഷ്ടം കൂടാൻ കാരണം? എനിക്ക് ആദ്യമേ ആളെയാണ് ഇഷ്ടം. അതെ അതെ. ഞാനതുപോലെ ഒരു ആക്ഷനൊക്കെ ഇട്ട് ഇങ്ങനെ നടക്കുന്ന ഒരു രൂപമാണല്ലോ നമ്മൾ. അദ്ദേഹത്തിനെ കാണാൻ തോന്നിയിട്ടുണ്ട് എപ്പോഴെങ്കിലും? കാണാൻ തോന്നിയിട്ടുണ്ട്. കണ്ടിട്ടില്ല. ലാലേട്ടൻ കാണട്ടെ. മാഷ് ഇടയ്ക്ക് പാട്ടൊക്കെ പാടുന്ന വീഡിയോ കാണുന്നുണ്ട്. മാഷ് നൈസായിട്ടൊക്കെ. മാഷ് സെൽഫ് പ്രൊമോട്ടറും കൂടിയാ. ആരും ഈ ലോകത്തിൽ ഇല്ല സെൽഫ് പ്രൊമോട്ടർ എന്ന് പറഞ്ഞാൽ മാഷ് തന്നെ പ്രൊമോട്ട് ചെയ്യാണ്. എന്നുവെച്ചാൽ മീൻസ് അതുകൊണ്ട് എനിക്ക് കുറെ ഗുണങ്ങളുണ്ട് കേട്ടാ. ഇപ്പൊ കഴിഞ്ഞ ദിവസം തന്നെ 7 ബർത്ത്ഡേ വിഷ് ചെയ്യാനൊക്കെ വന്നിരിക്കുന്നു. 7 എണ്ണം. പിന്നെ വെഡിങ് ആനിവേഴ്സറികള്. ചാർജ് ഒന്നും അതൊക്കെ കുറേശ്ശെ പിള്ളേരുകളും ഇവരൊക്കെ അല്ലേ. അപ്പൊ അവരെന്ത് വേണമെങ്കിലും ചെയ്യാന്നൊക്കെയും പറയുന്നുണ്ട് കേട്ടോ. നമുക്കൊരു ഇതുണ്ടല്ലോ. അപ്പൊ ബർത്ത്ഡേകളൊക്കെ അവർക്ക് കോളേജിലേക്കും സ്കൂളിലേക്കൊക്കെ അവര് അവിടെ വെച്ച് കലക്കാൻ വേണ്ടിട്ട് പക്ഷെ ഒന്ന് വിഷയോ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതൊക്കെ നമ്മളുടെ ഒരു ഭാഗ്യം. എന്നുണ്ടാവും, എന്നും 3-4 ഉണ്ടാവും. അപ്പൊ ഞാൻ അതൊക്കെയും കളറൊക്കെ കയറ്റി നല്ല സ്റ്റൈലാക്കിയിട്ട് വിടും. അവർക്ക് വിട്ടുകൊടുക്കും. ചിലത് അവർ പറയാം എന്റെ മാഷ ഇതിലിടണം, ഇൻസ്റ്റയിലൊക്കെ ഒന്നിട്ട് മാഷ ഒന്ന് പൊരിക്കുന്നൊക്കെ പറഞ്ഞ അങ്ങനത്തെ കേസുകൾ അങ്ങനെ വിടും. അപ്പൊ ഒരു വിഷയം ഇപ്പൊ കിട്ടിയെന്ന് വിചാരിക്കാം. മാഷ എങ്ങനെയാണ് വിഷയം ഇപ്പൊ? അതിന് ഞാൻ എന്തായാലും ഫസ്റ്റ് നമ്മളുടെ അതുണ്ടല്ലോ, നമസ്തേ, ഞാൻ തൃശ്ശൂരിന്റെ മുത്ത്, റീൽസ് താരം, സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ പ്രജു മാഷ്. അവര് കളിയാക്കുന്നുണ്ട് പലരും. പക്ഷെ ഞാനപ്പോ പലരോടും ചോദിച്ചു അങ്ങനെ ഞാൻ ഈ പറയണോ? അതില്ലാണ്ട് മാഷ് എന്ന് പറഞ്ഞ അതാണ് എന്ന് പറയുന്നു പിള്ളേരുകള്. കോളേജിലേക്കും പിള്ളേരുകൾ പറഞ്ഞ് സെൽഫ് പ്രൊമോട്ടർ ആണല്ലോ മാഷ് എന്നാണ് അവര് പറയുന്നത്. അതാണ് അതിലൊരു. ഇപ്പൊ ഒരാളുടെ ബർത്ത്ഡേ ആണെന്ന് വിചാരിക്കാം, മാഷ് ഒന്ന് വിഷ് ചെയ്യാവോ? പ്രഷർ കൊണ്ട് എങ്ങനെയാണെന്ന് നമുക്ക് കാണാൻ പറ്റും. ഇപ്പൊ നമ്മുടെ സന്തോഷ് വർക്കിയുടെ ബർത്ത്ഡേ ആണെന്ന് വിചാരിക്കാം. സന്തോഷ് വർക്കിക്ക് മാഷിന്റെ സ്നേഹം നിറഞ്ഞ പിറന്നാൾ ആശംസകൾ. ഓക്കെ, നമുക്കൊരു പാട്ട് പാടാവോ? പാട്ട് ഏതപ്പോ? പാവങ്ങളാണേലും ഞങ്ങള് പായസച്ചോറ് തരും, പാതിരയാവോളം ചങ്കില് പാട്ടൊന്ന് പാടിത്തരും, മുണ്ടു മുറിക്കാലും ചുണ്ടില് അറിയില്ല മഴക്ക്. പക്ഷെ ഇപ്പൊ ഈ സിനിമയില് ഇങ്ങനെ സോഷ്യൽ മീഡിയ താരങ്ങളെ സിനിമയിലേക്ക് വരുന്ന ഒരു സമയമാണ്. ഇപ്പോ മാഷിനെ ആ രീതിയിലേക്ക് വിളിക്കുവാണ്. അപ്പോ മാഷ് അത് ഏത് രീതിയിലാണ് ഹാൻഡിൽ ചെയ്യാൻ പോണത്? ഞാനിപ്പോ പുതിയതായിട്ട് ചില ടീമുകളുടെ ഒപ്പം ചെയ്യുന്നുണ്ട്. കണ്ടന്റ് ഒക്കെ കൊണ്ടുവന്നിട്ട് അതിന് വ്യൂസ് ഒക്കെ കുറയും. എന്ന് വെച്ചാൽ കൂടുതലും നേരം കാണാൻ ആഗ്രഹിക്കുന്നില്ല. മാഷിന്റെ ഡാൻസും ഇതൊക്കെയാണ് കൂടുതൽ ആൾക്കാർക്ക് ഇഷ്ടമെങ്കിലും കൂടി നമുക്ക് കണ്ടന്റുകളോട് എനിക്ക് താല്പര്യമുണ്ട്. അപ്പൊ കൊമ്പൻ കണ്ണൻ എന്നൊക്കെ പറഞ്ഞ ഞങ്ങളുടെ വളരെ അടുത്ത കൂട്ടുകാർ കൂടിയിട്ട് ഒരു ചെറുതായിട്ടൊക്കെ രാവിലേക്കും പോയിട്ട് ഞാൻ ഒന്ന് അഭിനയിച്ചു പോരും. ഷോർട്ട് ഫിലിമിൽ അഭിനയിച്ചോ? ഷോർട്ട് ഫിലിം ഇല്ല. അങ്ങനെ അഭിനയിക്കാൻ ആരും വിളിക്കുന്നില്ല. ഇല്ല, ഒരു പാട്ട് ആൽബം ഒക്കെ ഇറങ്ങിയിട്ടുണ്ട്, ഓർമ്മകൾ. ഇപ്പൊ ഈ നമ്മളിപ്പോ റീൽസിലൊക്കെ അഭിനയിക്കും പോലെ അല്ലല്ലോ സിനിമയിലെ ഒരു കൂടുതൽ ടേക്ക് പോലെ. ഞാൻ 4 ജനത്തിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്, പക്ഷെ വന്നിട്ടില്ല. ഇപ്പൊ ഇത് വരുന്നുള്ള ഒരു പ്രതീക്ഷയിൽ നിൽക്കണം. പെണ്ണ് കേസിൽ എന്താ വെച്ചാൽ വാട്സപ്പ് ഗ്രൂപ്പ് ഒക്കെ അവർ തന്നിട്ടുണ്ട്. മാഷും കൂടി പ്രൊമോട്ട് ചെയ്യാനൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് കാരണം ഓഡീഷന് പോയിട്ടുണ്ടോ? ഓഡീഷനും ഒന്നും പോയിട്ടില്ല. അത് നേരിട്ട് പോയി അങ്ങനെ ചെയ്തു പോലെ ഉണ്ടായത്. ഓക്കെ, ഈ കമന്റ്സിലെ അതിലിടുന്ന കമന്റുകളില് മാഷിന് ഒട്ടും മറക്കാൻ പറ്റാത്ത ഒരു കമന്റ് ഓർക്കുന്നുണ്ടോ? മറക്കാൻ പറ്റാത്തത്, ഞാനൊരു വീട്ടിൽ പോയി ഒരു കല്യാണത്തിനൊക്കെ ഗസ്റ്റ് ആയിട്ട് പോകും. ഞാൻ എല്ലാ പരിപാടികൾക്കും പോവല്ലോ. ഗസ്റ്റ് ആയിട്ടൊക്കെ വിളിച്ചിട്ട് പോയിട്ട് ഒരു 3 പീടികയിൽ ഒരു ഫംഗ്ഷന് പോയിട്ട് ഒരു അമ്മാമ്മ എന്നോട് ചോദിക്കണ്ടായി. ആളെ കെട്ടിപ്പിടിച്ചിട്ട് മോഹൻലാലും മമ്മൂട്ടിയും, എന്റെ മനസ്സിലുള്ള മോഹൻലാലും മമ്മൂട്ടിയൊക്കെ നീയാണ് എന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ എന്താ എനിക്കിപ്പോ ഇനിയിപ്പോ അവരെയൊന്നും കാണാൻ പറ്റില്ല, ഒരു അവസരം ഉണ്ടാവില്ല.
നിന്റെ എല്ലാ പരിപാടിയും കൊച്ചുമോൻ കാണിച്ചു തരുന്നുണ്ടെന്ന് പറഞ്ഞു. അത് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് എന്നൊക്കെയും പറഞ്ഞ ഒരു നമ്മുടെ മനസ്സിലെ ഒരു വളരെ സന്തോഷം തോന്നി. ഇങ്ങനെ ചെറിയ ചെറിയ സന്തോഷങ്ങളൊക്കെയാണ് നമ്മൾ. അതെ അതെ അതെ. പിന്നെ ഒരു മെസ്സേജ് കണ്ടിരുന്നു ഒരിക്കൽ, ഒരു ക്യാൻസർ ആയിട്ടുള്ള വീട്ടില് അവരെ കുട്ടി ചിരിച്ചു എന്നാ പറയുന്നത്. നമ്മുടെ ഡാൻസ് ഒക്കെ കണ്ടിട്ട് അവിടെ വീട്ടില് 2 വർഷമായിട്ട് ഒരു സന്തോഷമില്ല പറയണേ, വളരെ ദുഃഖത്തിലായിരുന്നു. അതിപ്പോ അച്ഛൻ വന്നിട്ട് നോക്കുക പറയും, ഇത് എന്താ കണ്ടിച്ചിരിക്കുന്നത് നോക്കിയപ്പോ നമ്മള് ഡാൻസ് ചെയ്യുന്നതാണ്. ഡാൻസ് കണ്ടിച്ചിരിച്ചു എന്നാ പറയും. അപ്പൊ ആള് വിളിച്ചു തന്നെ, വളരെ സന്തോഷം അത്. അപ്പൊ അതൊക്കെ നമുക്ക് ഒരാളെ ചിരിപ്പിക്കാൻ പറ്റിയല്ലോ, അതാണ്. ഇനി ഈ കമന്റ് ഒക്കെ ഇടുന്നവരോട് എന്താണ് പറയാനുള്ളത്? നെഗറ്റീവായിട്ട് കമന്റ് ഇടുന്നവരൊക്കെ എന്താ പറയാ? അവരോടൊക്കെ സന്തോഷം തന്നെ. ഇനി അവര് നോക്കുന്നുണ്ടല്ലോ, നമ്മളെ കാണാനുള്ള ഒരു ആഗ്രഹം ഉണ്ട് അവർക്ക്. അത് കുത്തിരുന്ന് കമന്റ് ഇടുന്നുണ്ടല്ലോ, നോക്കിയിരുന്ന്. ഈ മോശം കമന്റ് ചെയ്യുന്നവരില്ലേ, അങ്ങനെയുള്ളവരിൽ റിയൽ ലൈഫിൽ നേരിട്ട് എനിക്ക് പറയാനുള്ളത്, അവരോട് പറയാനുള്ളത് എന്താണെന്ന് അറിയോ, മാഷിന്റെ വീഡിയോ കാണൂ, ചെറുപ്പാവൂ. ഞാൻ ഒരു മെസ്സേജ് ഒരിക്കൽ അയക്കേണ്ടായി പലർക്കും. അല്ല, അവര് നേരിട്ട് ലൈഫിൽ കാണുവാണെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും ശാരീരികമായിട്ട് ഉപദ്രവിക്കും. അയ്യോ, നല്ല കാര്യം. നമ്മളൊന്നും അങ്ങനത്തെ ആളല്ലോ, വളരെ സൗമ്യനായിട്ടുള്ള ഒരാളല്ലേ. അല്ലാണ്ട് നേരി കാണുമ്പോ കെട്ടിപ്പിടിച്ചിട്ടില്ല എല്ലാവരും. ആർക്കും തോന്നില്ല. അതിലൊക്കെ ഭയങ്കര കെട്ടപ്പില് നിൽക്കും. നിങ്ങൾക്ക് എന്നെ കണ്ടുകൂടെ? നമ്മള് സാധാരണക്കാര്. എന്റെ അച്ഛൻ ഒരു ചെത്തുകാരനായിരുന്നു. നമ്മള് സാധാരണ ചെറിയ കുടുംബത്തില് ജീവിച്ചു വളർന്ന ഒരാളാണ്. പക്ഷെ പഠിച്ചതൊക്കെ എവിടെയായിരുന്നു? പഠിച്ചത് SM കോളേജില്. പിന്നെ എന്റെ സ്കൂൾ തന്നെ, ഞാൻ പഠിച്ച സ്കൂളിൽ തന്നെ 18 വയസ്സിൽ സർവീസിൽ കയറി. ഈ കൂടെ പഠിച്ചവരൊക്കെ പഴയ ഗ്രൂപ്പുകളിലൊക്കെ ഇപ്പൊ അവരൊക്കെ വന്ന് നമ്മുടെ ഒക്കെ വളരെ സ്നേഹത്തിൽ തന്നെ. ആദ്യം സ്നേഹം ഇല്ലാണ്ടല്ല, ഇപ്പൊ ഒന്നും കൂടിയും അവർക്കും കൂടി പറയാലോ. നമ്മുടെ കൂടെ പഠിച്ചിരുന്ന ആളിന് ഗെറ്റ് ടുഗദറുകളൊക്കെ ഉണ്ട്, 1-2 പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു.